ചേച്ചി ബാ പോവാം. നേർന്നല്ല ഗമ പദ നിസ നിധ പ പദ മഗ. കൊള്ളാവോ? കൊള്ളാം, കുഴപ്പമില്ല. ബാ പോവാ. പോണ്ടേ? ആ പോണം. പിന്നെ അല്ല ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല ഞാൻ. കളറത്ര പോരാ. പോവാറോന്ന് നല്ല ഭംഗിയുണ്ട്. കണ്ടാ, ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് ഫാഷൻ സെൻസ് ഉള്ളൂ. നല്ല രസം. എത്ര രൂപ സാരി? അമ്മായി ഒന്ന് ഗസ് ചെയ്തേ. ഒരു 3000 രൂപ. 4000 രൂപ. നോ, അപ്പൊ 5000 രൂപ. എന്റെ അമ്മായി വേറെ 2500 രൂപ ഉള്ളു സാരിക്ക്. 2500 രൂപ ഉള്ളോ? സൂപ്പർ സാരി. 2500 ആണോ പറയില്ല. ഇവിടെ സൂപ്പർ മെറ്റീരിയൽ അല്ലേ? ഈ സാരി എടുത്ത് അന്ന് ഞാൻ വിചാരിച്ചാണ് സിദ്ധു വരുന്ന ദിവസം എടുക്കണം. കൊള്ളാം. லெச்சு எங்கிட்ட இதே மாதிரி ஒரு சாரி இருந்தது. ஒரு வாரத்துக்குள்ள அதோட கலர் எல்லாம் போச்சு லெச்சு. എത്ര രൂപ സാരി? 250 രൂപ. അപ്പൊ കളർ പോവത്തേ ഇല്ല. സാരി എന്ന് പറഞ്ഞ എന്റെ കെട്ട് കഴിഞ്ഞപ്പോഴേ ഞാനും നിങ്ങളുടെ അപ്പൂപ്പനും കൂടെ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാൻ പോയി. അവിടെ ഒരു ജൗളിക്കടയിൽ നിന്ന് എനിക്കൊരു സാരി വാങ്ങിച്ചു തന്നു. അതായിരുന്നു സാരി. 10-20 വർഷം ഞാൻ ഉടുത്തുന്നേ. വേറെ സാരി ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട്. അതല്ല കൊച്ചേ, ആ സാരിയുടെ ഗുണം പറഞ്ഞതാ. പിന്നെ അവസാനം ആ സാരി നമ്മുടെ ലതികയില്ലേ? ഏത് ലതിക? ഓ, നമ്മുടെ ചിറക്കലെ ലതിക. ആ ലതികയ്ക്ക് കൊടുത്തു. ആ ലതികയാണെങ്കിൽ എന്നെ കാണുമ്പോ ചോദിക്കുമായിരുന്നു, അയ്യോ ഭവാനിയമ്മേ ആ സാരി തരുവോ, ആ സാരി തരുവോ. അങ്ങനെ ഞാൻ ആ സാരി ലതികയ്ക്ക് കൊടുത്തു. അത് മോശമായി പോയമ്മ. 20 വർഷം പഴക്കമുള്ള സാരികൾ കൊടുക്കാന്ന് വെച്ചാ അത് കുറച്ച് മോശമാണ്. അത് ശരിയായി. അത് കുറച്ച് മോശമായി. 20 വർഷം പഴക്കമുള്ള സാരി കൊടുത്തല്ലേ? മറ്റേ മൂവാറ്റുപുഴയിലുള്ള തങ്കമണി ചേച്ചിക്ക് കൊടുത്തേ കൂടെ പറയാൻ പോവാ. അതേതാ സാരി? അത് മറ്റേ ഞാനേ പോണ്ടേ, വിളിക്കണ്ടേ? നിന്റെ അച്ഛനെ വിളിക്കാൻ പോണ്ടേ? വേണ്ടേ? വേണ്ടെന്ന് വേണ്ട. പിന്നെ വേണ്ട, അച്ഛനെ വിളിക്കാൻ പോണ്ട. വേണ്ട പോണ്ട. പുള്ളിക്കാരൻ വന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് തിരിച്ചു പോട്ടെ. അതാണ് നല്ലത്. അങ്ങേർക്ക് അതാണ് നല്ലത്. അയ്യോ, ഞാൻ അവനൊരു മറന്നുപോയി. അല്ല, നിങ്ങളൊക്കെ ഇതെങ്ങോട്ടാ? അളിയനെ വിളിക്കാൻ എയർപോർട്ടിലോട്ട്. അളിയനെ വിളിക്കാൻ എയർപോർട്ടിൽ ഞാനും കല്ലും കൂടെ പോയ പോരെ? ഞങ്ങളും കൂടെ ഒരു സഹായത്തിന് കൂട്ടിന് ധൈര്യത്തിന്. ആരാ ഇതാരത് ഈ സമയത്ത് വിളിക്കുന്നത്? സിദ്ധു. ഹലോ, ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങി. ഇറങ്ങി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ. ഞാനിപ്പോ അങ്ങോട്ടേക്ക് എത്താം. ഇങ്ങോട്ടേക്ക് എത്താന്നാ? പിന്നെ എത്രയെന്നും പറഞ്ഞ എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുക. അയ്യോ, ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇപ്പൊ എത്താം. പിന്നെ പാറമടന്ന് എയർപോർട്ട് വരാൻ വേണ്ടിട്ടല്ലേ 5 മിനിറ്റ്. ഒന്ന് പോയടിയോളൂ. അത് ചെയ്തു. ഇവിടെ അമ്മൂമ്മയുടെ കഥയും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഒരു 10 മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. ഒരു കാര്യം ചെയ്യ്, അമ്മൂമ്മയുടെ ബാക്കി കഥ കുറച്ചും കൂടെ കേക്ക്. അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. സിദ്ധു ഒന്ന് ഇങ്ങോട്ട് പോവാ. ഞങ്ങള് പകുതിക്ക് വെച്ച് നിന്നെ പൊക്കാം. കട്ടിട്ട് പോയാ എന്താ സംഭവം? എന്താ എടാ, അവൻ എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങിയെന്ന്. ആ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുവന്ന്. അപ്പൊ വന്നാ? വന്ന്. പിന്നെ പോണ്ടേ? എന്നാ പൊക്കിയെടുത്തോണ്ട്. ആരെ പൊക്കിയെടുത്തോണ്ട് വരാന്ന്? അളിയനെ പൊക്കിയെടുത്തോണ്ട് വരണേ. നീ എന്തിനാ നോക്കണേ? അത് ഞാനൊരു കൊച്ചൂല്ലേ? അയ്യോ, ചിലപ്പോ നിങ്ങൾ പൊക്കിയാ പൊങ്ങൂല. എല്ലാവർക്കും லெச்சு லெச்சு பேக் எல்லாம் எடுக்க வேண்டாமா? അത് പാരികളുടെ ബാഗ് എടുക്കാൻഡി. நான் எடுக்கிறேன். അല്ല, എനിക്ക് ചാടി ഇറങ്ങോട്ട്. ചേച്ചി പറഞ്ഞില്ലേ? എന്ത് ചേച്ചി? പടയായിട്ട് പോണോ? പിന്നെ പടയായിട്ട് പോവാ. ചേച്ചിക്ക് എന്ത് ചേച്ചി? എന്ത് ഗൾഫിൽ നിന്ന് വരുന്ന കെട്ടുവിനെ വിളിക്കാനായിട്ട് ഭാര്യയും കൊച്ചും മാത്രമേ പോകുന്ന എഴുതി വെച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ, നമ്മള് പടയായിട്ട് പോകും. കേശവേ നടക്കടാ. என்ன இது? என்ன கூட்டாம எங்க போறீங்க? ஷோ பேக் எல்லாம் வேண்டாமா? അവന് ബാഗ് വേണ്ടേ? എല്ലാരും കൂടെ ഒറ്റ വണ്ടി പോവാനാ? ലച്ചു, നീ ഒരു കാര്യം ചെയ്യും, ഒരു വലിയ വണ്ടി വിളിക്കുക. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ അതിലങ്ങ് പോവാം. എന്നിട്ട് സിദ്ധുവിനെ വിളിച്ച് ചോദിക്കുക അവ എവിടെ എത്തിയെന്ന്. നമുക്ക് വട്ടോട്ട് പിടിക്കാന്. അമ്മ, അച്ഛൻ മിഠായി മേടിച്ചോന്ന് ചോദിക്കണേ. മിണ്ടായി കൊച്ചച്ഛൻ മിഠായി മേടിച്ചോണ്ട വരത്തുള്ളൂ. നമ്മളിനി അങ്ങോട്ട് പോണ്ട വരുമെന്ന് തോന്നണില്ല കേട്ടാ. അളിയൻ വന്നേ.